നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ഞാൻ തിരക്കഥ എഴുതി, ഞാൻ അസോസിയേറ്റ് ചെയ്ത് പപ്പമായിട്ടുള്ള ഡയറക്റ്റ് ചെയ്യുന്ന കുഞ്ഞമ്മയും കൂട്ടുകാരും തിരുവനന്തപുരത്ത് ചിത്രീകരണം നടക്കുന്ന സമയം. തിരുവനന്തപുരത്ത് തൈക്കാട് അമൃത ഹോട്ടലിൻ്റെ പിന്നിൽ ഒരു റോഡുണ്ട്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഈ റോഡിലാണ്. ഈ റോഡ് വഴി വേണം ശാന്തി കവാടത്തിൽ പോകാനുള്ളത്. സഖാവ് EMS അടക്കം ഒരുപാട് പേരെ കൊണ്ടുപോയ റോഡാണ്. ശാന്തി കവാടത്തിലേക്ക് ദിവസവും മൃതദേഹവുമായി എത്രയോ ആംബുലൻസുകൾ അതുവഴി പോവും. ശാന്തി കവാടത്തിൽ ഞാനൊരു ശവദാഹത്തിനായി പോയി. എൻ്റെ ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്ത് ആരും അറിയാതെ 3-4 ദിവസം മുറിയിൽ കിടന്ന് ചീർത്ത് പൊട്ടി ദുർഗന്ധം വമിച്ച് അപ്പോഴാണ് പുറത്തറിയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ താമസ സ്ഥലത്തേക്ക് പോയില്ല. ശാന്തി കവാടത്തിൽ അവസാനമായി കാണാനായി ഞാൻ നേരത്തെ ചെന്നു. അവിടെ ഒരു കസേരയിൽ ആരെയും ശ്രദ്ധിക്കാതെ ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ താത്വിക ആചാര്യന്മാരിലൊരാളായ സഖാവ് P. ഗോവിന്ദപിള്ള. സമീപത്ത് മകൾ പാർവതി ഇരിപ്പുണ്ട്. പാർവതി നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യ. സിനിമ പഠിക്കാനായിട്ട് ആരോടെങ്കിലും പോകാനായി പരതി നടക്കുന്ന കാലത്ത് PA ബക്കറിനോട് എന്നെ കൂടി കൊണ്ടുപോകാമോ എന്ന് ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞ് ഗോവിന്ദപിള്ള സാറിന് ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കത്ത് വായിച്ച അദ്ദേഹം എനിക്ക് മറുപടിയും അയച്ചു. 24 മണിക്കൂർ 48 മണിക്കൂറാക്കിയാൽ പോലും തികയാത്ത അത്ര തിരക്കുള്ള ആളാണ് ഞാനെങ്കിലും അനിയനെ പോലെ ഒരാളൊരു കത്തെഴുതുമ്പോൾ അതിന് മറുപടി അയക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മറുപടി അയക്കുന്നത്. ഇനി എനിക്ക് കത്തെഴുതരുത്. സിനിമ എന്ന വലിയ ഒരു മേഖലയിൽ എനിക്ക് പരിചയമില്ലാത്ത അനിയനെ പോലെ ഒരാളെ ശുപാർശ ചെയ്യുമെന്ന് വിചാരിച്ച അനിയൻ എത്ര ശുദ്ധഹൃദയനാണ്. നിങ്ങൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെയും തെരുവ് നാടകത്തിൽ നടനായി അഭിനയിക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകൂ. താങ്കൾ സിനിമയിൽ എത്തേണ്ട ആളാണെങ്കിൽ ഉറപ്പായിട്ടും താങ്കൾ സിനിമയിൽ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് കത്തെഴുതിയ ആളാണ് ഗോവിന്ദപിള്ള സാർ. ആ മനസ്സിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ശാന്തി കവാടത്തിൽ ഇംഗ്ലീഷ് പുസ്തകവും വായിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നശിച്ചു പോയി. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് മരിച്ച് പുഴുത്തു കിടന്നത്. അദ്ദേഹത്തിന് ഒരു നിമിഷം ചുമ്മാ ഇരിക്കാനാവില്ല എങ്കിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലിരുന്ന് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. ഡെഡ് ബോഡി വരുമ്പോൾ ഇറങ്ങി വന്നാൽ മതിയല്ലോ. എനിക്കെന്തോ ആ കാഴ്ച അദ്ദേഹത്തോട് വലിയ പുച്ഛം തോന്നി. ആ പ്രതിഷേധം ഞാൻ തീർത്തത് അദ്ദേഹം മരിച്ചപ്പോൾ അവസാനമായി കാണാൻ പോയില്ല. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ എതിർവശത്ത് ഒരു വലിയ കൂറ്റൻ ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിലായിരുന്നു ഒരുപാട് കാലം മലയാള സിനിമയിലെ സർവ്വവ്യാപിയായ PRO വാഴു ജോസ് താമസിച്ചിരുന്നത്. എങ്ങനെ ജോസ് അവിടെ താമസിക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം ഈ ഇലക്ട്രിക് ചൂളയിലൂടെയും വിറക് അടുപ്പിലൂടെയും ഒക്കെ കത്തിക്കുന്ന മൃതദേഹങ്ങളുടെ പുക എങ്ങനെ ശ്വസിച്ച് ഈ ഫ്ലാറ്റിൽ വാഴു ജോസ് കഴിഞ്ഞു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ പറയുന്ന റോഡ് താഴേക്ക് ഇറങ്ങിയാൽ എൻ്റെ അച്ഛൻ്റെ വീടായി. 3 വയസ്സ് വരെ ഞാൻ ജീവിച്ച വീട്. ഈ റോഡിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങി, V-Trax. ആ സ്റ്റുഡിയോയിൽ ആദ്യമായി എഡിറ്റ് ചെയ്യുന്ന പരമ്പരയായിരുന്നു കുഞ്ഞമ്മയും കൂട്ടുകാരും. ഞാനാണ് ആ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ആദ്യമായിട്ട് എഡിറ്റിങ്ങിന് ഏൽപ്പിക്കുന്നത്.
അക്കാലത്ത് എനിക്ക് ആക്റ്റീവയോ കാറോ ഒന്നുമില്ല. ബസ്സിൽ കിള്ളിപ്പാലത്തോ ആര്യശാലയിലോ തമ്പാനൂരോ ഇറങ്ങി നടന്ന് വേർത്ത് കുളിച്ച് വീട്ടാക്സി ചെല്ലും. കുഞ്ഞമ്മയും കൂട്ടുകാർക്കും പിന്നാലെ എൻ്റെ ഗുരുനാഥൻ JS സാർ സംവിധാനം ചെയ്ത ആദ്യ പരമ്പര മോഹപക്ഷികൾ ഞാൻ വീട്ടാക്സി തന്നെ വർക്കിനേൽപ്പിച്ചു. സിനിമയിലെ വലിയ സംവിധായകൻ്റെ പരമ്പര ഞാൻ എഡിറ്റ് ചെയ്യില്ല എന്ന് സ്റ്റുഡിയോ ഉടമ ബൈജു പറഞ്ഞിട്ടു. കൂട്ടുകാരനോടൊപ്പം ഇരുന്ന് വർക്ക് ചെയ്യും പോലെ JS സാറിനോടൊപ്പം ജോലി ചെയ്യാനാവുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. ആ പരമ്പര എഡിറ്റ് ചെയ്തതിലൂടെ മികച്ച എഡിറ്ററുടെ സംസ്ഥാന അവാർഡ് ഈ പറഞ്ഞ ബൈജു നേടി. പിന്നാലെ JS സാറിൻ്റെ കുതിരകളും അവിടെ തന്നെ ചെയ്തു. ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ച് നോക്കൂ. 1 രൂപയോ 1 ചായയോ പോലും അതിൻ്റെ കമ്മീഷൻ അടിച്ചിട്ടില്ല ഞാൻ. ബൈജു വർക്കൊക്കെ കൊണ്ടുവന്നില്ല, എനിക്കൊരു 1000 രൂപ വേണം, എനിക്കൊരു 2000 രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു ചായയും വാങ്ങി ഓസിന് കുടിച്ചിട്ടില്ല. ഈ വീട്രാക്ക് സ്റ്റുഡിയോ മലയാളത്തിൽ ഡബ് ചെയ്തിറക്കിയ ജംഗിൾ ബുക്ക് അക്കാലത്ത് വലിയ പേരുണ്ടാക്കിയ പരമ്പരയായിരുന്നു ജംഗിൾ ബുക്ക്. അതിൻ്റെ PRO ഞാനായിരുന്നു. ഇവർ നിർമ്മിച്ച ചാബല്യം ശാന്തികൃഷ്ണ അഭിനയിച്ച 2ാമത്തെ സീരിയലാണ്. ചാബല്യത്തിൻ്റെ സഹസംവിധായകനും ഞാനായിരുന്നു. വീട്രാക്കിനെ അല്ലെങ്കിൽ വീട്രാക്സിനെ ശ്രദ്ധേയനാക്കിയ സ്ത്രീ ജന്മം എന്ന് പറഞ്ഞ് മറ്റേ എന്തിനാ ചേച്ചി പോയേ എന്നൊക്കെ വിളിച്ച ഒരു പരമ്പരയുണ്ടല്ലോ. ആ പരമ്പരയാണ് വീട്രാക്സിനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിർമ്മാണ കമ്പനിയാക്കി മാറ്റിയത്. അതിൻ്റെ കഥയുടെ റൈറ്റ് വാങ്ങാൻ ജോയ്സിയുടെ വീട്ടിൽ പോയി കണ്ട് റൈറ്റ് വാങ്ങിക്കാൻ ബൈജുവിനോടൊപ്പം പോയത് ഞാനായിരുന്നു. മോഹപക്ഷികൾ എന്ന് പറഞ്ഞ JS സാർ ചെയ്ത പരമ്പരയുടെ കഥ ജോയ്സിയുടെ നോവലായിരുന്നല്ലോ. ആ അടുപ്പം ഞാൻ ജോയ്സിയായിട്ടുണ്ടായിരുന്നു. കുറേ വർഷം എൻ്റെ ഓഫീസ് പോലെയായിരുന്നു വീട്രാക്സ്. ആർക്കെങ്കിലും എന്നെ കാണണമെങ്കിൽ വീട്രാക്സിലാണ് വരാറ്. പണവും പ്രശസ്തിയും വരുമ്പോൾ മസിൽ പിടുത്തം എന്ന അസുഖം വരിക സ്വാഭാവികമാണ്. അങ്ങനെ ഈ പറഞ്ഞ ബൈജുവിന്, വീട്രാക്സിൻ്റെ ബൈജുവിന് മസിൽ പിടുത്തം തുടങ്ങി എന്ന് കണ്ടപ്പോൾ അപ്പം തന്നെ നമ്മളവിടെ വിട്ടു. പിന്നെ ആ ഏരിയയിലോട്ട് പിന്നെ പോയിട്ടില്ല. പറയാൻ വന്നത് ബൈജുവിൻ്റെ മസിലിനെ കുറിച്ചല്ല. ഒരു നാൾ ഞാൻ വീട്രാക്സിലിരിക്കുമ്പോൾ എന്നെ കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നുവെന്ന് അറിയിപ്പ് കിട്ടി. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്കറിയാവുന്ന കക്ഷിയാണ്. ഞാൻ ഏറെ ആരാധിച്ചിരുന്ന സഖാവ് MV രാഘവൻ്റെ മകൻ MV നികേഷ് കുമാർ. അപ്പം നേമത്ത് ഉപതെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ അതിൻ്റെ ചുമതല, നേമം നിയോജക മണ്ഡലത്തിൻ്റെ മൊത്തം ചുമതല MV രാഘവനായിരുന്നു. പാപ്പനംകോട്ട് രാത്രി ചുവരെഴുതിക്കൊണ്ടിരുന്ന സഖാക്കളെ പോലീസ് തൂക്കി. ഈ വിവരം ഉറങ്ങിക്കിടന്ന MVRനെ അറിയിക്കുകയും അദ്ദേഹം അപ്പം തന്നെ കാറെടുത്ത് വന്ന് നേമം പോലീസ് സ്റ്റേഷനിൽ വന്ന് SIയുടെ കൊങ്ങയ്ക്ക് പിടിച്ചില്ല എന്നേ ഉള്ളൂ, ഇറക്കിക്കൊണ്ടുപോയി അദ്ദേഹം. എനിക്കതൊക്കെ കൊണ്ടാണ് MVRനെ ഇഷ്ടം. നികേഷ് കുമാർ എന്നെ കാണാൻ വരുന്ന ആ സമയത്ത് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മദ്രാസിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്ത്യ ടുഡേയുടെ മലയാളത്തിൻ്റെ എഡിറ്റർ PK ശ്രീനിവാസൻ പറഞ്ഞിട്ട് വന്നതാണ്. എന്തോ ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് പിരിഞ്ഞു. ആ വിഷയം എന്തെന്ന് എൻ്റെ ഓർമ്മയിലില്ല. കുറേ നേരം സംസാരിച്ചു നികേഷുമായിട്ട്. പിന്നെ നികേഷിനെ കാണുന്നത് ഇന്ത്യ വിഷൻ എന്ന മുഴുവൻ സമയ വാർത്താ ചാനലിൻ്റെ തലവനായിട്ടായിരുന്നു. ഇന്ത്യ വിഷനിലും പിന്നെ റിപ്പോർട്ടറിലും നികേഷിൻ്റെ പെർഫോമൻസ് ഒരുപാട് എന്നെ രസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മേയറായിരിക്കുന്ന VV രാജേഷിനെയൊക്കെ ഡിബേറ്റുകളിൽ വെള്ളം കുടിപ്പിക്കുന്ന നികേഷിൻ്റെ ശൈലി എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. ഇന്ത്യ വിഷനിലെ ഡിബേറ്റിൽ ഒടിയൻ റിലീസ് ദിവസം സംവിധായകൻ ശ്രീകുമാർ മേനോനും ഞാനും പങ്കെടുക്കുന്ന നികേഷിൻ്റെ ചർച്ചയിൽ മഞ്ജു വാര്യരെ ശ്രീകുമാർ മേനോൻ പറ്റിച്ചതും 58 ലക്ഷം രൂപയുടെ കേസ് മഞ്ജു ഇന്ന് കോടതിയിൽ ഫയൽ ചെയ്ത കാര്യമൊക്കെ ഞാൻ ഈ ലൈവിൽ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നികേഷ് കുമാറും
ശ്രീകുമാർ മേനോനും അതിശയത്തോടെ കേട്ടോണ്ടിരുന്നു. എനിക്കൊട്ടും പരിചയമില്ലാത്ത മഞ്ജു വാര്യർ അതീവ രഹസ്യമായി കൊടുത്ത കേസ് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ശ്രീകുമാർ മേനോൻ്റെ അതിശയം. പാവം, എല്ലാം ചുരണ്ടിയെടുക്കുന്ന തങ്ങൾക്ക് കിട്ടാത്ത സ്കൂപ്പ് ഈ ദിനേശ് എങ്ങനെ ചുരണ്ടിയെടുത്തു എന്നതാവും നികേഷിൻ്റെ മുഖത്തെ കൗതുകം. നല്ല ബന്ധമായിരുന്നു നികേഷുമായിട്ട് എനിക്ക്. ഒരു പക്ഷം പിടിച്ച് നടിയെ ആക്രമിച്ച കേസിനെ പരമാവധി വഴിതെറ്റിക്കാൻ നികേഷ് പരിശ്രമിക്കുന്ന കാഴ്ചയോടെ നികേഷുമായിട്ടുള്ള ഡിബേറ്റുകളിൽ നിന്നും നമ്മളങ്ങ് ഒഴിഞ്ഞു. കൊട്ടാരക്കര വിക്രമനെ പോലെയുള്ള മഹാത്മാക്കളെ കൊണ്ടിരുത്തി സ്വന്തം വില കളഞ്ഞവനായി നികേഷ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. എന്നാലും നികേഷ് റിപ്പോർട്ടർ വിട്ടപ്പോഴൊരു നിരാശ തോന്നി. ഒരു MLA സീറ്റിനായി പത്രപ്രവർത്തനം ഉപേക്ഷിക്കേണ്ടവനല്ല നികേഷ് എന്ന് ഞാൻ വിചാരിച്ചു. അവസാനമായി ഞാൻ നികേഷിനോട് സംസാരിച്ചത് 5 വർഷം മുമ്പാണ്. 2021 ലോക തൊഴിലാളി ദിനത്തിൻ്റെ അന്നാണ് നികേഷിൻ്റെ അമ്മ CV ജാനകി അമ്മ വിട പറഞ്ഞ ദിവസം. ഞാൻ നികേഷിനെ വിളിച്ച് അനുശോചനം അറിയിച്ചു. മലയാള സ്വകാര്യ വാർത്താ ചാനൽ എന്ന ആശയം തുടങ്ങി വെച്ചത് PTIയിൽ അക്കാലത്ത് വർക്ക് ചെയ്തിരുന്ന PTI ശശികുമാർ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ P ഭാസ്കരൻ മാഷിൻ്റെ മരുമകൻ തുടങ്ങിയ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ്. അവിടുന്നാണ് നികേഷും തുടക്കമിട്ടത്. ബാലാരിഷ്ടതകളൊക്കെ തീർത്ത് ഏഷ്യാനെറ്റ് ശ്രദ്ധേയമാകുമ്പോൾ അവിടുന്ന് നികേഷ് പുറത്തേക്ക് പോയി. മുസ്ലിം ലീഗിൻ്റെ നേതാവും മന്ത്രിയുമായിരുന്ന MK മുനീറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഇന്ത്യ വിഷൻ്റെ തലവനായാണ് പിന്നെ നികേഷിനെ നമ്മൾ കാണുന്നത്. പിന്നെയുള്ള 7 വർഷക്കാലം ഇന്ത്യ വിഷനിലൂടെ നികേഷ് ചരിത്രം തിരുത്തിക്കുറിച്ചു. 2003 ഇന്ത്യ വിഷൻ ആരംഭിക്കുമ്പോൾ മലയാളത്തിൽ ഒരു മുഴുവൻ സമയ വാർത്താ ചാനലില്ല. മാത്രമല്ല അന്നത്തെ പത്രങ്ങൾക്കും ചാനലുകൾക്കും പക്ഷം പിടിക്കലുകൾ ഉണ്ടായിരുന്നു. ചില പത്രങ്ങൾ ചില വാർത്തകൾ കൊടുക്കില്ല. ചിലർ ചില വാർത്തകൾക്ക് അമിത പ്രാധാന്യം നൽകും. എല്ലാവരും എല്ലാ വാർത്തകളും തുല്യതയോടെ കൊടുക്കണം എന്നൊന്നില്ലല്ലോ. താല്പര്യങ്ങൾക്ക് അനുസൃതമായി നൽകും വാർത്തകൾ. ഇന്ത്യ വിഷനാണ് ആ നിയതമായ സങ്കല്പത്തെ തച്ച് തകർത്തത്. ഒരു വാർത്ത കിട്ടിയാൽ, ഒരു സ്കൂപ്പ് കിട്ടിയാൽ അത് ആരുടേതായാലും നൽകണം. അതാണ് പത്രധർമ്മമെന്ന് മലയാളിക്ക് ബോധ്യപ്പെടുത്തി തന്ന ചാനലായി ഇന്ത്യ വിഷൻ മാറി. ഉദാഹരണത്തിന് കോഴിക്കോട് ഐസ്ക്രീം പാർലർ പീഡന കേസ്. റെജീന എന്ന പെൺകുട്ടി കുഞ്ഞിനെയും തോളത്തിട്ട് സ്ഫുടമായി ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ചത് ഇന്ത്യ വിഷനിലായിരുന്നു. അത് കേരള രാഷ്ട്രീയത്തിന് തന്നെ അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നെടും തൂണായ PK കുഞ്ഞാലിക്കുട്ടിയാണ് പ്രതിസ്ഥാനത്ത്. ഇന്ത്യ വിഷൻ ചാനലാണെങ്കിൽ ലീഗിൻ്റെ മറ്റൊരു നെടും തൂണായ MK മുനീറിൻ്റെ നേതൃത്വത്തിലുള്ളത്. PK കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ടെന്ന് കണ്ടെത്തുന്നത് ഇന്ത്യ വിഷൻ്റെ കോഴിക്കോട് റിപ്പോർട്ടർ MB ബഷീറാണ്. ബഷീർ ഇന്ത്യ വിഷൻ ന്യൂസ് ഡെസ്കിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമായ കുരുക്ഷേത്രം കവർ ചെയ്യാനായി നികേഷ് അപ്പോൾ ആലപ്പുഴയിലാണ്. കുരുക്ഷേത്രം കഴിഞ്ഞ് നികേഷ് കൊച്ചിക്ക് മടങ്ങുമ്പോഴാണ് ഇപ്പോൾ പീപ്പിൾ ചാനലിലുള്ള ഇന്ത്യ വിഷൻ്റെ അസോസിയേറ്റ് എഡിറ്ററായ NP ചന്ദ്രശേഖരൻ നികേഷിനെ വിളിച്ച് ബ്രീഫ് ചെയ്യുന്നത്. റെജീനയുടെ ഈ വാർത്ത ആദ്യമെത്തിയത് ഏഷ്യാനെറ്റിലായിരുന്നു. ദീപ എന്ന റിപ്പോർട്ടറെ കയ്യിൽ. പഴയ നക്സൽ നേതാവ്, ഇപ്പോൾ ദിലീപിനെതിരെ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കാൻ പോകണില്ലേ, നമ്മളെ ശബ്ദം വിറ്റ് ജീവിക്കുന്ന സ്ത്രീയോടൊപ്പം അജിത, നക്സലൈറ്റ് അജിത. അവരാണ് റെജീനയുടെ കഥ ദീപയ്ക്ക് പറഞ്ഞു കൊടുത്തത്. ദീപ
തൻ്റെ മുകളിലുള്ളവർക്ക് വാർത്ത കൈമാറി. അവരാരും വാർത്ത എയർ ചെയ്തില്ല. വില്ലൻ്റെ റോളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ആയത് തന്നെയാണ് കാരണം. എന്തിന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ, സൃഷ്ടിസ്ഥിതി സംഹാരം നടത്താൻ കഴിയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ വെറുപ്പിച്ചുകൊണ്ട് നമ്മൾ സത്യസന്ധമായ കേസരിയുടെ പിൻഗാമികളൊന്നും ആവണ്ട എന്ന് ഏഷ്യാനെറ്റ് അങ്ങ് തീരുമാനിച്ചു. ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞാൽ അതിന് ലഭിക്കുന്ന വാർത്താ പ്രാധാന്യം മാത്രമേ നികേഷ് ശ്രദ്ധിച്ചുള്ളൂ. ചാനലിൻ്റെ മുതലാളി എം കെ മുനീറും പീഡനകഥയിലെ നായകൻ കുഞ്ഞാലിക്കുട്ടിയും ഒരു പാർട്ടിയിലെ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന എതിരാളികളാണ് എന്നതൊന്നും നികേഷിന് വിഷയമായതേയില്ല. അതായിരുന്നു അക്കാലത്ത് നികേഷിൻ്റെ ഒരു ആംബിയൻസ്. ഈ വിഷയം കത്തിപ്പടരുമ്പോൾ കഥാനായകൻ കുഞ്ഞാലിക്കുട്ടി ഉംറയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ആദ്യമായി കുഞ്ഞാലിക്കുട്ടി നികേഷുമായി സംസാരിക്കുന്നത് ഉംറ കഴിഞ്ഞ് ദുബായിൽ എന്തോ എത്തിയപ്പോൾ അവിടെ നിന്നുള്ള മടക്ക യാത്രയുടെ സമയത്താണ്. ആ വാർത്ത തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടായതാണ്. നിങ്ങളും തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ വാർത്ത കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതായിരുന്നു കുഞ്ഞാപ്പയുടെ ആദ്യ പ്രതികരണം നികേഷിനോട്. ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടില്ല ആ വാർത്തയെക്കുറിച്ച് എന്നായിരുന്നു അതിനുള്ള നികേഷിൻ്റെ മറുപടി. നികേഷിനെ ഉദ്ദേശിച്ചല്ല ഞാനിത് പറഞ്ഞത് എന്നായി കുഞ്ഞാപ്പ. ഇന്ത്യ വിഷനിൽ വരുന്ന ഓരോ വാർത്തയും ഞാൻ അറിഞ്ഞ് ഉറപ്പുവരുത്തി കൊടുക്കുന്നതാണ് എന്നായി നികേഷ്. മുനീർ മുതലാളിയല്ല, ഞാൻ തന്നെയാണ് വാർത്ത കൊടുത്തത് എന്ന് പറയാതെ പറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു കളഞ്ഞു. റജീനയുടെ വെളിപ്പെടുത്തൽ വൈകിട്ട് 5 മണിക്ക് പുറത്തു വന്നതോടെ കേരള രാഷ്ട്രീയം പെട്ടെന്ന് ചൂടുപിടിച്ചു. UDFിലെ ഏറ്റവും പവർഫുള്ളായ നേതാവിനെതിരെയാണ് വാർത്ത എയറിൽ പോയിരിക്കുന്നത്. വാർത്താ ചാനൽ എന്ന നിലയ്ക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യം ഞാൻ എടുക്കും, അതെനിക്ക് തരണം എന്നായിരുന്നു എം കെ മുനീറിനോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ നികേഷ് പറഞ്ഞത്. എനിക്ക് ശമ്പളം തരുന്ന താങ്കളെക്കുറിച്ചാണ് ഇതുപോലൊരു വാർത്ത ലഭിക്കുന്നതെങ്കിൽ താങ്കൾക്കും എൻ്റെ ഒപ്പം നിൽക്കേണ്ടി വരും. കാരണം ഇന്ത്യ വിഷൻ പുതിയൊരു വാർത്താ അവതരണ സംസ്കാരത്തിൻ്റെ ചരിത്രം എഴുതുകയാണ് ഇവിടെ എന്ന് തുറന്നു പറഞ്ഞു മുനീറിനോട് നികേഷ് കുമാർ. അത് ഉൾക്കൊള്ളാൻ മുനീറിനുമായി എന്നതാണ് യാഥാർത്ഥ്യം. ഇതോടെ ഒരു വാർത്തയും ഒളിച്ചു കടത്താൻ പറ്റാത്ത നിലയിലായി മലയാള വാർത്താ ചാനലുകൾ. നികേഷും മുനീറും വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയും സ്വദേശോമനി രാമകൃഷ്ണ പിള്ളയുമായി മാറിയെന്ന് സെബാസ്റ്റ്യൻ പോൾ ഈ വാർത്തയെ അടിസ്ഥാനമാക്കി എഴുതുക വരെ ചെയ്തു. അക്കാലത്ത് ചെറുപ്പക്കാരുടെ ഇഷ്ട ന്യൂസ് ചാനലായി ഇന്ത്യ വിഷൻ വളർന്നു. അതോടെ ഒരു വാർത്തയെ ഒളിപ്പിച്ച് രാവിലത്തെ പത്രത്തിൻ്റെ ഹെഡിങ് ആക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. അതോടെ പത്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ സത്യത്തിൽ ഈ വാർത്താ ചാനലുകൾ വന്നപ്പോൾ തീർന്നു. കാരണം നമ്മൾ രാത്രി ഉറങ്ങുന്നത് 12 മണിക്കാണെങ്കിൽ അവസാനം ലോകത്തെന്ത് സംഭവിച്ചു എന്നൊന്ന് ടി വിയിൽ 1 മിനിറ്റ് കണ്ടിട്ട് കിടന്നാൽ നാളെ രാവിലെ വരുന്ന പത്രത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ എനിക്ക് സംഭവിക്കുന്ന അതാണ്. ഞാനിപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെയാണ് ഗേറ്റിൽ ചെന്ന് പത്രം എടുക്കുന്നത്. കാരണം നമ്മൾ 2 മണിക്ക് കിടക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് ലോകത്തെന്ത് സംഭവിച്ചു എന്ന് ഒരു ചാനൽ വെച്ച് നോക്കിയിട്ടില്ലേ കിടക്കുന്നത്. അപ്പം പിന്നെ രാവിലത്തെ പത്രത്തിൽ പിന്നെ അതിശയമൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ ഇഷ്ട ചാനലായി ഇന്ത്യ വിഷൻ പെട്ടെന്ന് മാറി. ചാനൽ മുന്നേറുന്നതിനനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയാനായിരുന്നു ഇന്ത്യ വിഷൻ്റെ ജാതകവിധി. വാടകയ്ക്കെടുത്ത ഉപകരണങ്ങൾക്ക് വാടക മുടങ്ങിയപ്പോൾ ഉടമസ്ഥർ വന്ന് എല്ലാം പറക്കിക്കൊണ്ടുപോയി. പിന്നെ കിട്ടാവുന്നതൊക്കെ ഒപ്പിച്ചായി വാർത്ത വായനയും ടെലികാസ്റ്റും ഒക്കെ. പൈസ മുടങ്ങിയപ്പോൾ സാറ്റലൈറ്റ് ഫ്രീക്വൻസി പ്രൊവൈഡറായ ടായ്കോം ഇന്ത്യ വിഷൻ എന്ന ചാനലിൽ തന്നെ ഓഫാക്കി കളഞ്ഞു. പിന്നെ ഒന്നും കാണില്ലല്ലോ. ടോമിൻ തച്ചങ്കരി മാത്രമാണ് നികേഷിനെ സാമ്പത്തിക സൗകര്യങ്ങൾ നൽകി എൻ്റെ കയ്യിലുള്ളതൊക്കെ തരാം നികേഷേ എന്ന് പറഞ്ഞ് കൊടുത്ത ഒറ്റ സ്റ്റുഡിയോ ഉടമയുണ്ടായിരുന്നുള്ളൂ. അത് ടോമിൻ തച്ചങ്കരി ആയിരുന്നു. പിന്നാലെ മറ്റൊരു അശനിപാതം കൂടി വന്നു ചേർന്നു. മലയാള മനോരമ പത്രം വാർത്താ ചാനൽ തുടങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നു.
ശമ്പളം കിട്ടാതെ നട്ടം തിരിഞ്ഞു നിന്ന പകുതിയോളം ഇന്ത്യ വിഷൻ സ്റ്റാഫുകൾ മനോരമയിലേക്ക് ചാടി. ഒരു ദിവസം രാവിലെ കഴിക്കുമ്പോൾ അറിഞ്ഞ ക്യാമറമാനുമില്ല, എഡിറ്ററുമില്ല, എല്ലാം മനോരമയിൽ പോയി. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിന് ലഭിക്കുന്നത് പോലെ അക്കാലത്തെ നികേഷ് കുമാറിന് എവിടുന്നൊക്കെയോ തുടരെ അവാർഡുകൾ കിട്ടുന്ന സമയമായിരുന്നതിനാൽ ആ അവാർഡ് തുക കൊണ്ട് ജീവിച്ച കാലമുണ്ടായിരുന്നു നികേഷിന് എന്നാണ് അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അവാർഡ് തുക കൊണ്ട് ജീവിച്ചു. ജീവിക്കാൻ എനിക്ക് പണം ആവശ്യമില്ല, അങ്ങനെ തുറന്നു പറഞ്ഞ പത്രപ്രവർത്തകനായിരുന്നു നികേഷ്. 18 മണിക്കൂറോളം ഓഫീസിലും ബാക്കി സമയം വീട്ടിലും ചെലവിടുന്ന ഒരാളിന് എന്തിന് പണം എന്നാണ് നികേഷ് ചോദിക്കാറ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് UDF സ്വന്തം പാർട്ടി ഉണ്ടാക്കി അച്ഛൻ MV രാഘവൻ കഴിയുന്ന കാലമാണ്. ഇങ്ങനെ ഒരു മകൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും MVR അന്വേഷിച്ചിരുന്നില്ല. അച്ഛൻ മന്ത്രിയെപ്പറ്റി മകനും തിരക്കിയില്ല. രണ്ടും രണ്ട് വഴിക്ക് പോയി എന്നുള്ളതാണ് സത്യം. ഈ സമയത്താണ് ചാനൽ ബഹിഷ്കരണം വരുന്നത്. AK ആൻ്റണി മുഖ്യമന്ത്രി പദം ഒഴിയേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അതെല്ലാം ചർച്ചയാക്കുകയും UDF പൊറോട്ട നാടകങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തതോടെ UDF ഇന്ത്യ വിഷനെ ബഹിഷ്കരിച്ചു. BJPയുടെ വോട്ട് കച്ചവടത്തെപ്പറ്റി തുറന്നു പറഞ്ഞതോടെ അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള വക്കീൽ നോട്ടീസ് അയച്ച് വിവാദം സൃഷ്ടിച്ചു. VSൻ്റെ ഭൂമി രാഷ്ട്രീയവും പരിസ്ഥിതി സ്ത്രീ വിഷയങ്ങൾ ഉന്നയിച്ച് VS മുന്നേറിയപ്പോൾ ഇന്ത്യ വിഷൻ VSനൊപ്പം നിന്നു. മറുപക്ഷം ശത്രുവായി മാറുക സ്വാഭാവികം. ഫലം ഇന്ത്യ വിഷനെ CPM വേട്ടയാടി. ഈ സമയത്താണ് ഇന്ത്യ വിഷൻ്റെ 2008 ഇന്ത്യ വിഷൻ പേഴ്സണൽ ഓഫ് ദ ഇയർ അവാർഡ് ദാന ചടങ്ങിലേക്ക് നികേഷും മുനീറും കൂടി ചെന്ന് സഖാവ് VSനെ ക്ഷണിക്കുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടിയും ഇന്ത്യ വിഷനും അകന്ന് കഴിയുന്നതെന്ന് നികേഷിനോട് VS തിരക്കി. പാർട്ടിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് നികേഷിൻ്റെ ഉത്തരം. ക്ലിഫ് ഹൗസിൽ നിന്നും പാളയം എത്തും മുമ്പ് VS നികേഷിനെ വിളിച്ചു. വിജയനുമായി ഒന്ന് സംസാരിക്കണം, തെറ്റിദ്ധാരണകൾ മാറ്റണം. 4 മണിക്ക് AKI സെൻറ്ററിൽ ചെന്ന് വിജയനെ കാണണം, അതിനുള്ള അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെന്നാൽ മതി എന്ന് VS വിളിച്ചു പറഞ്ഞു. VS പറഞ്ഞ സമയത്ത് തന്നെ AKG സെൻറ്ററിലെത്തി പിണറായിയെ കണ്ടു. സൗഹൃദത്തോടെ പിണറായി സ്വീകരിച്ചു. ചില കാര്യങ്ങൾ അറിഞ്ഞത് തുറന്നു ചോദിച്ചു പിണറായി. നികേഷ് കൃത്യമായ ഉത്തരം പറഞ്ഞു. അതോടെ പാർട്ടിയുമായി ഇന്ത്യ വിഷനും നികേഷിനും ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടി. അതിൻ്റെ സൂത്രധാരകൻ VS ആയിരുന്നു. ഇത്രയും വിശദമായി നികേഷിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യ വിഷനെക്കുറിച്ച് പറഞ്ഞത് ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നികേഷ് ഇന്ത്യ വിഷൻ വിട്ട് റിപ്പോർട്ടർ ചാനൽ തുടങ്ങി. ഇന്ത്യ വിഷൻ സാമ്പത്തിക പരാധീനതകളാൽ പൂട്ടിക്കെട്ടി. റിപ്പോർട്ടർ നന്നായി ക്ലച്ച് പിടിച്ച് വരുമ്പോൾ അവിടെയും സാമ്പത്തിക പ്രശ്നം കുമിഞ്ഞുകൂടി. ഇന്ത്യ വിഷനിലെ പോലെ പ്രശ്നങ്ങൾ തലപൊക്കി വന്നു. സ്റ്റാഫുകൾ പലകണ്ടം ചാടി. ഒരു പെൺകുട്ടിയും നികേഷും കൂടി കുറ്റിയടിച്ച് വച്ച പോലെ ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് എന്തൊക്കെയോ വായിച്ചു, വാർത്തയെന്നും പറഞ്ഞ് മാസങ്ങളോളം. അപ്പോഴാണ് ഈ ദിലീപിൻ്റെ ചർച്ചയൊക്കെ എടുത്തിട്ട് അലക്കിയത്. ഒടുവിൽ ആൻഡോ അഗസ്റ്റിന് മറിച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ ഉദ്യോഗസ്ഥനായിട്ട് കുറച്ച് നാൾ നികേഷ് ഇരുന്നു. പിന്നെ പുറത്തുപോയി. CPMൻ്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മീഡിയ സെല്ലിൻ്റെ നെടുന്തുണായി നികേഷ് മാറി. നന്നായി പെർഫോം ചെയ്തു നികേഷ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രോഗ്രാം, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ പ്രോഗ്രാം എയറിൽ വരുമ്പോൾ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിരിക്കും. എൻ്റെ ഈ പ്രോഗ്രാമുകൾ എഡിറ്റ് ചെയ്യുന്ന കോഴിക്കോട്ടുകാരിയായ കാക്കു എന്ന് പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ച് ഞാനിതിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ
ഈ കഴിഞ്ഞ ശനിയാഴ്ച നാട്ടിലേക്ക് പോയി. അവർ അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കാണിക്കേണ്ട പ്രോഗ്രാം നേരത്തെ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് എയറിൽ വിട്ട ശേഷമാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പ്രോഗ്രാം നേരത്തെ ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ആര് ജയിച്ചു, ആർക്ക് ഭൂരിപക്ഷം എന്നൊന്നും അറിയാതെ ഞാൻ ഗസ് ചെയ്താണ് സംസാരിക്കുന്നത്. ഗസ് ചെയ്ത് പറയുമ്പോൾ പല കുഴപ്പങ്ങളുമുണ്ട്. ഞാൻ പറയുന്നത് ഗസ് അതുപോലെ സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നാണക്കേടാണ്. ഇനി എന്താവും നികേഷിൻ്റെ റോൾ എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 2016 നികേഷ് നിയമസഭയിലേക്ക് മത്സരിച്ചതാണ്, തോറ്റുപോയി. അതും ഒരു ബോറിനെതിരെ മത്സരിച്ച് തോറ്റുപോയി. ആ ബോറൻ ജയിച്ചു. റിപ്പോർട്ടർ വിട്ട് ഇനി പത്രപ്രവർത്തന മേഖലയിലേക്ക് ഇല്ല, രാഷ്ട്രീയത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായും ഈ കഴിഞ്ഞ നിയമസഭാ മത്സരത്തിൽ ഉണ്ടാകും എന്ന് കരുതി. പക്ഷെ ഉണ്ടായില്ല. വീക്ഷണം പത്രത്തിലിരുന്ന് താങ്കളെപ്പറ്റി ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കെ കരുണാകരനോട് ഒരു പത്രസമ്മേളനത്തിൽ ഒരു പത്രപ്രവർത്തകൻ ചോദ്യം ഉന്നയിച്ചു. ഇന്നത്തെ വീക്ഷണ പത്രത്തിൽ താങ്കളെപ്പറ്റി ഇങ്ങനൊരു വാർത്തയുണ്ടല്ലോ എന്നാണ് പത്രപ്രവർത്തകൻ ചോദിച്ചത്. നല്ല നർമ്മബോധമുള്ള കരുണാകരൻ തിരിച്ചു ചോദിച്ചത് അങ്ങനെ ഒരു പത്രമുണ്ടോ എന്നായിരുന്നു. ഈ അവസ്ഥയിലായി ഇന്ന് കൈരളി പീപ്പിൾ ചാനലുകളുടെ അവസ്ഥ. കൈരളി എന്ന സ്വന്തം ചാനൽ തുടക്കം കുറിക്കാൻ തീരുമാനിച്ചപ്പോൾ പിണറായി ആദ്യം ചെന്ന് കണ്ടത്, അല്ലെങ്കിൽ കണ്ടതല്ല, ആദ്യമായി പിണറായിയുമായി അതിനെപ്പറ്റി ചർച്ച ചെയ്തത്, അതിന് തുടക്കമിട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ശശികുമാറായിരുന്നു. PT ശശികുമാർ, രാജ്യത്തെ ഒന്നാം നിരക്കാരനായ മാധ്യമ വിദഗ്ധൻ. ശശികുമാറിൻ്റെ സാന്നിധ്യം അന്നത്തെ ആസ്ഥാന ബുദ്ധിജീവികൾക്ക് തികച്ചില്ല. പിണറായിക്കും ശശികുമാറിനും ഇടയിൽ ചില ഇടപെടലുകൾ ഇഷ്ടമായില്ല. പിണറായിക്കും ഇഷ്ടമായില്ല ശശികുമാർ കയറി ഇടപെടുന്നത്. ശശികുമാർ ആ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇടപെട്ടതെന്ന് പിന്നെയെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ ടോമിൻ തച്ചങ്കരിയൊക്കെ കയറി മേയുന്ന കണ്ടപ്പോൾ, അല്ലെങ്കിൽ സിദ്ധാർത്ഥ മേനോൻ ഈ ചാനലുകളെക്കുറിച്ച് ABCD അറിഞ്ഞിടത്ത് സിദ്ധാർത്ഥ മേനോൻ കൈരളി ചാനലിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടപ്പോൾ ശശികുമാർ ഇടപെട്ടു. അത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിയാവുന്ന ശശികുമാർ വിവാദം ഉണ്ടാക്കാനൊന്നും നിൽക്കാതെ മദിരാശിക്ക് മടങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞ ആസ്ഥാന കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകളിലായി ഭരണം. ഫലത്തിൽ കരുണാകരൻ വീക്ഷണത്തെ പറ്റി പറഞ്ഞ ഫലിതം ഇന്ന് കൈരളിക്കും പീപ്പിളിനും ഉപയോഗിക്കാൻ വേണമെങ്കിൽ കോടികൾ മുടക്കിയിട്ടും നാഥനില്ലാതായ അമൃത ചാനലിനെ പോലെയാണ് ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന സ്ഥിതിയിലാണ് ഇന്ന് കൈരളിയും പീപ്പിളെന്ന് ഞാൻ പറയും. വേറിട്ടൊരു ചാനൽ എന്ന ടാഗ് ലൈൻ ഇട്ട് വന്ന കൈരളി കാണുന്നവരുണ്ടോ എന്നത് സംശയമാണ്. വലിയേട്ടൻ എന്ന് പറഞ്ഞ ഷാജി കൈലാസിൻ്റെ സിനിമ തന്നെ ക്ഷീരബല 101 എന്ന് പറയും പോലെ എത്ര പ്രാവശ്യം പ്രേക്ഷകർ കാണും. വാർത്തകളാണെങ്കിൽ ദൂരദർശൻ ശൈലിയിലായിട്ട് വർഷങ്ങളായി. വ്യക്തമായ കാഴ്ചപ്പാടുള്ള നികേഷ് കുമാറിനെ മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ തലവനാക്കുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രാജ്യസഭയിൽ നന്നായി പെർഫോം ചെയ്യുന്ന ജോൺ ബ്രിട്ടാസിൻ്റെ പക്കൽ നിന്നും ചാനലിൻ്റെ ദൈനംദിന പ്രശ്നങ്ങൾ മാറ്റുന്നതാണ് ഉത്തമം എന്ന് ഞാൻ പറയും. അപ്പോഴും പത്രപ്രവർത്തന മേഖല ഉപേക്ഷിച്ച് മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനാകുന്നു എന്ന് പ്രഖ്യാപിച്ച നികേഷ് ഈ പോസ്റ്റ് ലഭിച്ചാലും ആകൃഷ്ടനാകാൻ സാധ്യതയില്ല എന്നും എൻ്റെ മനസ്സ് പറയും. ജോൺ ബ്രിട്ടാസിന് പിന്നാലെ ഇനി ഒഴിവരുന്ന സീറ്റിൽ നികേഷിനെ രാജ്യസഭയിലേക്ക് കടത്തിവിടുമോ എന്നും ഞാൻ ആലോചിക്കുന്നു. ഉറപ്പായും ആ റോൾ നികേഷ് മോശമാക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നികേഷും ബ്രിട്ടാസിനൊപ്പം രാജ്യസഭയിലുണ്ടെങ്കിൽ കട്ടയ്ക്ക് നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മീഡിയ അക്കാഡമി ചെയർമാനാകാം വേണമെങ്കിൽ. തുടങ്ങിയത് മുതൽ ഒരാൾ തന്നെയല്ലേ തലപ്പത്ത്. ഒരു മാറ്റം ആരാ കൊതിക്കാത്തത് അല്ലേ ബാബു സാറേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രസ് സെക്രട്ടറിയായി CPM-ന് ഒപ്പം CM-നൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം PM മനോജുണ്ട്, കവി പ്രഭാവർമ്മയുണ്ട്. ഒരു മാറ്റം ആരാ കൊതിക്കാത്തത്? അവിടെയും നികേഷ് കുമാറിന് സ്പേസ് ഉണ്ടാകാം. പുത്തലത്ത് ദിനേശൊക്കെ ഇരുന്ന പോസ്റ്റുകളും നികേഷിന് പറ്റിയവ തന്നെയാണ്.
ഇതിലേതിലെങ്കിലും ഒന്നിൽ നികേഷ് വരാം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. വരട്ടെന്നേ, പുതിയ പുതിയ ചിന്തകളുള്ളവർ വരട്ടെ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പുതിയ ചിന്തകളുമായി പുതിയ സ്വപ്നങ്ങളുമായി ഒക്കെ ആളുകൾ വരണം. ഒരേ മുഖങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ 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 ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ. ഞാൻ പറയും, ഒഴിവ് വരുന്ന സീറ്റിൽ രാജ്യസഭയിലേക്ക് അയക്കണം നികേഷിനെ എന്ന് ഞാൻ പറയും. എൻ്റെ ആഗ്രഹം പറയുകയാണ്. ബ്രിട്ടാസുമായിട്ട് നികേഷ് രാജ്യസഭയിൽ ഉണ്ടായാൽ ഭരിക്കുന്ന പാർട്ടിയെ എടുത്ത് ഉടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി, അങ്ങനെ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ കൈരളി ചാനലിൻ്റെ ഇന്നത്തെ ദുര്യാവസ്ഥ ഒഴിവാക്കാനായി പീപ്പിൾ ചാനലിൻ്റെയെങ്കിലും വാർത്താ ചാനലിൻ്റെയെങ്കിലും ചുമതല നികേഷിന് നൽകിയാൽ ആ ചാനലിനെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലേതാണ് പിണറായി വിജയൻ്റെ മനസ്സിലുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും പത്രപ്രവർത്തന മേഖല വിടാതെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നികേഷിന് ഒരു നല്ല സ്പേസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് നികേഷിനോട് എതിർപ്പും പിണക്കമൊന്നുമില്ല. അയാളുടെ ഞാൻ പറഞ്ഞില്ലേ, ദിലീപിൻ്റെ ആ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇയാളെടുത്ത നിലപാടിനോട് മാത്രമേ എനിക്ക് എതിർപ്പുണ്ടായിരുന്നുള്ളൂ. നികേഷ് കുമാറിന് പുതിയ നല്ല ലാവണങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളാരും പ്രതീക്ഷിച്ച് കാണില്ല നമ്മുടെ ചാനലിൽ സിനിമാക്കാരനല്ലാത്ത നികേഷിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചു. എൻ്റെ മനസ്സ് പറഞ്ഞു നികേഷിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണം. അതുകൊണ്ട് ചെയ്തതാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.